സമസ്ത 100ാം വാർഷികത്തിന്റെ ഭാഗമായി ഡിസംബർ 19 മുതൽ 28 വരെ 3 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്രയുടെ തുടക്കം ഉജ്ജ്വലമാക്കാൻ കന്യാകുമാരിയിൽ വലിയ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നൂറ്റാണ്ടിനിടയിൽ സമസ്തയുടെ പ്രസിഡന്റ് നയിക്കുന്ന യാത്ര എന്ന നിലയിൽ രാജ്യം ഉറ്റുനോക്കുന്ന സന്ദേശയാത്രയ്ക്ക് രാജോചിത സ്വീകരണ വരവേൽപ്പുകൾ നൽകാനാണ് തമിഴകം കാത്തിരിക്കുന്നത്. ജാഥനായകനെയും ഉപനായകരെയും അനുഗമിക്കുന്ന നേതാക്കളെയും സ്വീകരിച്ച് കന്യാകുമാരി നാഗർകോവിലെ സ്വീകരണ നഗരിയിലേക്ക് ആനയിക്കുന്നതാണ് ആദ്യഘട്ടം. ഡിസംബർ 19 വൈകിട്ട് 4 നാഗർകോവിലിൽ വെച്ചാണ് യാത്രക്ക് തുടക്കമാവുക. തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രമുഖർ സംബന്ധിക്കുന്നുണ്ട്. കന്യാകുമാരിയിൽ ചേർന്ന സ്വാഗത സംഘം യോഗം സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. സമസ്ത 100ാം വാർഷിക സ്വാഗത സംഘം ഫിനാൻസ് കമ്മിറ്റി കൺവീനർ പാണക്കാട് സെയ്ദ് സാബിക് അലി ശിഹാബ് തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ ട്രഷറർ അബ്ദുൽ ഖാദർ അൽ കാസിമി സന്ദേശയാത്രയുടെ വിശദീകരണം നടത്തി. സൈനുൽ ആബിദ് മലാഹിരി, ഡോക്ടർ യൂസുഫ് എസ് ഷാനവാസ് സമദാനി, എസ് അഹമ്മദ് റഷാദി, ഹസൻ ആലങ്കോട്, ഇസ്മായിൽ ഹാജി എടച്ചേരി, ഷാജഹാൻ ജലാലി, അബ്ദുൽ ഖാദർ മന്നാനി, മുഹമ്മദ് ഹംസ, മുഹമ്മദ് ഖാലിദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഏതായിരുന്നാലും കന്യാകുമാരി എന്ന് പറയുന്നത് രാജ്യം കണ്ട പല യാത്രകളുടെയും തുടക്കത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. കേരളത്തിലേക്ക് പോലും ഇത്തരം യാത്രകൾ നടക്കുമ്പോൾ പലപ്പോഴും ദേശീയ യാത്രകൾക്കൊക്കെ കന്യാകുമാരി ഒരു തുടക്കം കുറിക്കുന്ന ഒരു സ്ഥലമാണ്. ആ കന്യാകുമാരിയിൽ വെച്ച് നാഗർകോവിലിൽ വെച്ച് സമസ്തയുടെ സമ്മേളനത്തിൻ്റെ യാത്ര കൂടി നടക്കുമ്പോൾ ആ സമ്മേളനത്തിനും യാത്രയ്ക്കും ഏറെ കൗതുകമുണ്ട്, ഏറെ അർത്ഥങ്ങളുണ്ട്. ആ യാത്രയെ സ്വീകരിക്കാൻ തമിഴ്നാട് ജനതയും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. നമുക്ക് ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം.